നിങ്ങൾക്കറിയാവുന്നതുപോലെ കേരളത്തിലെ അനൗപചാരിക വിദ്യാഭ്യാസ രംഗത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞമാണ്. കേരളത്തിൻ്റെ അഭിമാന നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സമ്പൂർണ്ണ സാക്ഷരത എന്നുള്ളത്. നമ്മളെല്ലാ വേദികളിലും കേൾക്കുന്ന ഒരു പേരും കൂടിയാണത്. സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞത്തിൽ സർവേയിലൂടെ കണ്ടെത്തിയ ഏതാണ്ട് 28 ലക്ഷം ആളുകളിൽ 19 ലക്ഷം ആളുകൾ ക്ലാസ്സിൽ വരികയും 12 ലക്ഷം ആളുകളെ സാക്ഷരരാക്കുകയും ചെയ്തുകൊണ്ടാണ് 91% സാക്ഷരത നേടി കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത്. സമ്പൂർണ്ണ സാക്ഷരത എന്നുള്ളത് 100% സാക്ഷരതയല്ല എന്ന് നമുക്കറിയാം. യഥാർത്ഥത്തിൽ ഈ സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞത്തിൻ്റെ നേട്ടങ്ങൾ എന്തായിരുന്നു ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ 2-3 കാര്യങ്ങളാണ് പ്രഖ്യാപിച്ച. ടോട്ടൽ നമുക്ക് നേടാൻ വേണ്ടി സാധിച്ചു. അതിനൊപ്പം നിൽക്കുന്ന 2-3 പ്രധാനപ്പെട്ട നേട്ടങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വിദ്യാഭ്യാസത്തെ നമുക്ക് ജനകീയവൽക്കരിക്കാൻ സാധിച്ചു എന്നുള്ളത്. അതുവരെ സ്കൂളിലും കോളേജിലുമൊക്കെ ഒതുങ്ങി നിന്ന വിദ്യാഭ്യാസ പ്രക്രിയയെ നമുക്ക് നാട്ടിൻപുറങ്ങളിലെ വായനശാലകളിലേക്കും വായനശാലകളില്ലാത്ത സ്ഥലങ്ങളിലെ മറ്റ് പൊതു ഇടങ്ങളിലേക്കും വീടിൻ്റെ കോലായിലേക്കും ഒക്കെ പഠിച്ചു നടക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്ന്. അതുമാത്രമായിരുന്നില്ല, മുൻപ് വിദ്യാഭ്യാസ പ്രക്രിയ അധ്യാപകരിൽ നിക്ഷിപ്തമായിരുന്നു. സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം വന്നതോടുകൂടി അതിന് മാറ്റം വന്നു. പഞ്ചായത്തിന് റോളുണ്ടായി, വായനശാലകൾക്ക് റോളുണ്ടായി, സമൂഹത്തിലെ ഓരോ പൗരനും റോളുണ്ടായി. വീട് ഒരുക്കി കൊടുക്കുക, ഭക്ഷണം തയ്യാറാക്കുക, മാസ്റ്റർ ട്രെയിനർമാരായി നിൽക്കുക, കലാജാഥ ടീമിൽ പങ്കെടുക്കുക, അങ്ങനെ പലതരത്തിലുള്ള റോളുകൾ ഓരോരുത്തർക്കും വഹിക്കാനുണ്ടായിരുന്നു. അതായിരുന്നു ആ യജ്ഞത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം. മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്. ഈ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയത് കേരളത്തിലെ ഏതാണ്ട് 4 ലക്ഷത്തോളം വരുന്ന യുവജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ്. തികച്ചും സൗജന്യമായി ആ യുവജനങ്ങളുടെ യുവശക്തിയെ വീണ്ടെടുക്കുന്നതിന് നമുക്ക് ഈ പ്രസ്ഥാനം കൊണ്ട് സാധിച്ചു. ഇപ്പം നഷ്ടപ്പെട്ടു പോയിരുന്ന ഒരു യുവജനതയുടെ സാമൂഹിക താല്പര്യങ്ങളെ ഉണർത്തിക്കൊണ്ടുവന്ന് അവരെ സന്നദ്ധരായി മുൻപോട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞത്തിൽ നിന്നാണ് 2 പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങൾ കേരളത്തിലുണ്ടായത്. അതിലൊന്ന് ജനകീയാസൂത്രണമാണ്. ജനകീയാസൂത്രണത്തിൻ്റെ വേരുകൾ ഉള്ളത് സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞത്തിലാണ്. ഒപ്പം നമ്മൾ കുടുംബശ്രീ പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് മാതൃകയായതും ഈ സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞമാണ്. അപ്പം ആ ഒരു വലിയ നേട്ടത്തിൽ നിന്നാണ് കോഴിക്കോട് മാനാഞ്ചിറ മൈതാനത്ത് വെച്ച് 1991 കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമായി പ്രഖ്യാപിച്ചു. മുൽക്കുരാജ് ആനന്ദിനെ പോലെയുള്ള വലിയ സാഹിത്യകാരന്മാരുടെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കെ നായരുടെ സാന്നിധ്യത്തിലാണ് ആ വലിയ പ്രഖ്യാപനം നടന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതല്ല. ഈ പ്രസ്ഥാനം ഒരു വർഷം കൊണ്ടുണ്ടായതല്ല. കേരളത്തിലെ ഒരു ഗ്രാജുവൽ പ്രോസസ്സായിരുന്നു. 1910 സാക്ഷരതയുടെ കണക്ക് ഞാൻ പരിശോധിച്ചപ്പോൾ കിട്ടിയത് ലഭ്യമായത് 11%. സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഏതാണ്ട് 36-37% അന്ന് വർദ്ധിച്ചു. അപ്പോഴേക്കും സ്കൂളുകളൊക്കെ സ്ഥാപിക്കപ്പെട്ടിരുന്നു, ആരംഭിക്കാൻ തുടങ്ങിയിരുന്നു, പൂർണ്ണമായി എന്നുള്ള അർത്ഥത്തിലല്ല. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് സാക്ഷരത നിശാപാഠശാലകളൊക്കെ ആവശ്യമായി വന്നിരുന്നു. നിശാപാഠശാലകൾ, ആരംഭിക്കപ്പെട്ട സ്കൂളുകൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നീട് 70കളൊക്കെ ആയപ്പോൾ തന്നെ ലൈബ്രറി മൂവ്മെന്റ് വളരെ ശക്തി പ്രാപിച്ചു. പണിക്കർ
കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് സ്ഥാപിച്ച വായനശാലകൾ നിങ്ങൾക്കറിയാം. ഈ വായനശാലകൾ സ്ഥാപിക്കുമ്പോൾ അദ്ദേഹം പറയും, വായനശാലകളിൽ ആളുകൾ വരണമെങ്കിൽ എന്ത് വേണം? അവര് അക്ഷരം പഠിക്കണം. If the people have to come to the library, they have to learn alphabets. They should be able to read and write. Unless, how can they read and write? അപ്പം അതുകൊണ്ട് വായനശാലയോടനുബന്ധിച്ച് സാക്ഷരതാ ക്ലാസ്സുകൾക്ക് രൂപം നൽകുന്നതിന് അത് പ്രത്യേകം ശ്രദ്ധിച്ചു. അങ്ങനെ കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞത്തിന്റെ ആദ്യ മാതൃക സൃഷ്ടിക്കപ്പെട്ടത് കണ്ണൂർ ജില്ലയിലെ ഏഴോം ഗ്രാമപഞ്ചായത്തിലാണ്. ഏഴോം പ്രതിഭയുമായി ചേർന്ന് കാൻഫഡിന്റെ നേതൃത്വത്തിൽ ശ്രീ PN പണിക്കർ, PT ഭാസ്കര പണിക്കർ എന്നിവരുടെ നേതൃത്വത്തിൽ ആണ് 650ഓളം വളണ്ടിയേഴ്സിനെയൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഏഴോം ഗ്രാമപഞ്ചായത്തിൽ സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം ആരംഭിക്കും. ഇതിൽ നിന്നും ഒരു മാതൃക കൊണ്ടാണ് കോട്ടയം പട്ടണത്തിൽ NSSന്റെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം ആരംഭിക്കും. പിന്നീട് അത് കേരളമാകെ പടർന്നു പിടിക്കുകയാണ്. തുടർന്ന് ഇങ്ങോട്ട് തുടർ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ആരംഭിച്ചു. 98-ൽ അതിന്റെ ഭാഗമായി തുല്യതാ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. തുല്യതാ പ്രവർത്തനങ്ങൾ ഇപ്പോൾ വളരെ ജനകീയമാണ്. ധാരാളം ജനപ്രതിനിധികൾ പഠിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് ഭാരവാഹികൾ, മുനിസിപ്പൽ ചെയർമാൻമാർ ഒക്കെ പഠിക്കുന്നു. ഓരോ വർഷം ഏതാണ്ട് 2 ലക്ഷം ആളുകൾ പഠിക്കുന്നുണ്ട്. അതൊരു വലിയ നേട്ടം. നമ്മൾ അറിയാത്ത ഒരു സാമൂഹിക വിപ്ലവമാണ് ഈ തുല്യതാ പരിപാടികൾ എന്നുള്ളത്. ഇപ്പോൾ ഞാനതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കൺക്ലൂഷനിലേക്ക് പോകുന്നതിന് മുൻപ് 1-2 ശുപാർശകൾ പറയുകയാണ്. എങ്ങനെയാണ് നമ്മുടെ വായനശാലകളെ നമുക്ക് അനൗപചാരിക വിദ്യാഭ്യാസ പഠനങ്ങളിൽ നിന്നാക്കി മാറ്റാൻ? ഈ വായന എന്ന് പറയുന്ന ഒരു ഏകമുഖമായ ഒരു കാര്യമാണ്, അല്ലേ? വായന മാത്രമേ ലൈബ്രറികൾ ഉള്ളൂ എങ്കിൽ ആളുകൾ ഇപ്പോഴത്തെ മുൻപ് വരുമായിരുന്നു, ഇപ്പോൾ വരാൻ മടിക്കും. പക്ഷെ അവിടെ അനുബന്ധ പരിപാടികൾ അതൊരു വിദ്യാഭ്യാസ കേന്ദ്രമായി മാറ്റിയാൽ അതിനുള്ള സാധ്യതയുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ നമുക്കുണ്ട്. അവിടെ നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി സാധിക്കും. ആർക്കും പഠിക്കാം, എപ്പോഴും പഠിക്കാം, എങ്ങനെയും പഠിക്കാം. അതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ ഫോർ ഓൾ ആൻഡ് എവർ എന്നുള്ളതാണ് നമ്മുടെ മോട്ടോ. അപ്പം അതിനുവേണ്ടി തുല്യതാ പരിപാടികൾ നമുക്ക് അവിടെ ആരംഭിക്കാം. വ്യത്യസ്ത പ്രായക്കാർക്ക് തുല്യതാ പരിപാടികൾ മാത്രമല്ല, അനൗപചാരിക വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അതിലെല്ലാം വരുന്നുണ്ട്. വികസിത രാജ്യങ്ങളിൽ ഔപചാരിക വിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ അല്ലെങ്കിൽ അതിലധികം പ്രാധാന്യം അനൗപചാരിക വിദ്യാഭ്യാസ രംഗത്ത് ലഭിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ വിഭവങ്ങളുടെ പരിമിതി കൊണ്ട് അത് സാധിക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? അവിടെ തുല്യതാ പരിപാടികൾ, അനൗപചാരിക വിദ്യാഭ്യാസത്തിനോട് പഠിക്കുന്ന തുല്യതാ പരിപാടികൾ, അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ പരിപാടികൾ, തൊഴിൽ നൈപുണ്യ വികസന പരിപാടി. നൈപുണ്യം എന്ന് പറയുമ്പോൾ തൊഴിൽ മാത്രമല്ല, സോഫ്റ്റ് ഒക്കെ അതിനകത്ത് അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ നമുക്ക് അവിടെ പ്ലാൻ ചെയ്യാൻ സാധിക്കുമോ? ഒപ്പം നമുക്ക് വായനശാലകളിൽ എല്ലാ പൊതുവിടങ്ങളെ കുറിച്ചുകൂടെ സംസാരിച്ചുവല്ലോ. പൊതുവിടങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ വ്യത്യസ്തങ്ങളായ ആളുകൾ അവിടെ, വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട സ്ത്രീകൾ, കുട്ടികൾ, പ്രായമായവർ, അവരെയൊക്കെ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുന്ന കേന്ദ്രങ്ങളാക്കി നമുക്കതിനെ മാറ്റാൻ വേണ്ടി സാധിക്കും. ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് വീണ്ടും സൂചിപ്പിക്കുന്നു, നമുക്ക് ഈ ലൈബ്രറികളുടെ നാഥന്മാർക്ക്, അതിന് മുൻകൈ എടുക്കുന്നവർക്ക് അതിനെക്കുറിച്ചുള്ള ധാരണയുണ്ടെങ്കിൽ ഈ ഓരോ വായനശാലകളെയും നമുക്ക് അനൗപചാരിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങളാക്കി മാറ്റിക്കൊണ്ട് വലിയ മാറ്റങ്ങൾ, വിപ്ലവകരമായ മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമുക്കുണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഒപ്പം വൈജ്ഞാനിക സമൂഹം എന്നുള്ളൊരു കാഴ്ചപ്പാട് ഗവൺമെന്റ് ഇപ്പോൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. നോളജ് എക്കണോമി, നോളജ് സൊസൈറ്റി. എന്താണിത്? ഇതിന് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം. 2, ഇത് എല്ലാവർക്കും ലഭ്യമാകും. ഈ 2 കാര്യങ്ങളാണത്. എല്ലാവർക്കും ലഭ്യമാക്കാൻ എന്താ മാർഗം? അതിന് ഇത്ര ശക്തമായ ഒറ്റ മാർഗമേ ഉള്ളൂ. കേരളത്തിൽ ഇത്രയധികം വേരോട്ടമുള്ള ലൈബ്രറികൾ തന്നെയാണ് അതിൻ്റെ മാർഗം. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ ലൈബ്രറി കോൺഗ്രസിന്റെ ഭാഗമായി ലൈബ്രറി ഭാരവാഹികൾക്ക് ഇതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടാവുകയും
ഈ കാഴ്ചപ്പാടുകൾ വരുന്ന വർഷങ്ങളിൽ വ്യത്യസ്ത രൂപങ്ങളിൽ വ്യത്യസ്ത പഠന പ്രവർത്തനങ്ങളായി ലൈബ്രറികളിൽ ആവിഷ്കരിക്കപ്പെടുകയും ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.